ബീഹാറിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കുകയാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 6-ാം തീയതിയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ വനിതാ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തും. NDAയും മഹാസഖ്യവും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരുകയാണ്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോഡ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കും. മോദിയുടെ ഒരു ഊർജം BJP പ്രവർത്തകർക്കുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഊർജം മഹാസഖ്യത്തിനുമുണ്ട്. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും സർക്കാരിനെ കടന്നാക്രമിക്കുമ്പോൾ മറുപക്ഷത്ത് അമിത്ഷാ അടക്കം നരേന്ദ്രമോദി അടക്കം രാഹുൽ ഗാന്ധിയെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് കളം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ ആദിലിന് തോന്നുന്നത് എന്താണ്? അവിടെ നിന്ന് ആർക്കാണ് ഒരു എഡ്ജ് മുന്നിൽ ഇപ്പോൾ നിൽക്കാനുള്ള ഒരു സാധ്യത? ആദിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പട്നയിൽ നിൽക്കുമ്പോൾ, ബീഹാറിൽ നിൽക്കുമ്പോൾ അരുൺ ചോദിച്ചതനുസരിച്ച് ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം കടന്നുപോയൊരു വഴിയാണിത്. ഇവിടെ അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ വലിയ തോതിൽ ചർച്ചയാവുന്നു. വോട്ട് കൊള്ള അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ രംഗത്തെ നയിക്കുക എന്നാണ്. പക്ഷേ വിഷയങ്ങളൊക്കെ മാറുകയാണ്. ഇപ്പോൾ അവസാനം പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് BJP അത്ര കൃത്യമായി തന്നെ ഇവിടെ പ്രചരണങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ ഇരട്ടിയിലധികം റാലികൾ നടത്തുന്ന രൂപത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു. അമിത്ഷാ ദിവസങ്ങളായി, ഒരാഴ്ചയോളമായി ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് ഒരു എഡ്ജ് നമ്മൾ കാണുകയാണ്. മാത്രമല്ല നഗരമേഖലയിലും ചില റൂറലിലുമൊക്കെ BJPക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ഇതിനൊപ്പമാണ് 10,000 രൂപ വീതം സ്ത്രീകൾക്ക് അക്കൌണ്ടിൽ നൽകിയ മുഖ്യമന്ത്രി റോസ്ഗാർ യോജന പദ്ധതി തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കുകയും പണം നൽകുകയും ചെയ്തത്. ഇതൊക്കെ BJPക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും തേജസ്വിക്ക് അനുകൂലമായ ഒരു വികാരമുണ്ട്. പ്രത്യേകിച്ച് ജോലി നൽകും, സർക്കാർ ജോലി നൽകും, 4 കോടി സർക്കാർ ജോലി, പ്രത്യേകിച്ച് ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന രൂപത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് യുവാക്കൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ BJPക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ മുഴുവൻ ഈ നഗരങ്ങളൊക്കെ മുഴുവൻ കട്ടൌട്ടുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ബോർഡിങ്ങുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും നിതീഷ് കുമാറുമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് തേജസ്വി യാദവാണ്. തേജസ്വി യാദവിനെ മുൻനിർത്തിയുള്ള പ്രചരണമാണിപ്പോൾ മഹാസഖ്യത്തിന്റേതായി നടക്കുന്നത്. മാംഗെ ബീഹാർ തേജസ്വി സർക്കാർ എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ബീഹാറിന് വേണ്ടത് തേജസ്വി സർക്കാരാണ് എന്നുള്ളതാണ് ആ ബോർഡുകളിലുള്ളത്. ഏതായാലും ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ ഇത്ര ദിവസം തുടരുന്നു എന്നത് തന്നെ എത്രത്തോളം പ്രാധാന്യമുണ്ട് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPക്കും NDAയ്ക്കും എന്നത് വ്യക്തമാക്കി തരുന്നു. 3ാമത്തെ ദിവസമാണ് ഇപ്പോഴുള്ളത്. ഇന്നിപ്പോൾ BJPയിലെ വനിതാ പ്രവർത്തകരെ കാണുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിത്ഷാ തുടർച്ചയായ ദിവസങ്ങളിൽ ഇവിടെയുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ ഇന്നലെ വന്ന് തിരിച്ചുപോയിരുന്നു. ഏതായാലും കൂടുതൽ സജീവമായി ചർച്ച മാറുകയാണ്. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും തമ്മിൽ അകൽച്ചയുണ്ട്. കോൺഗ്രസും RJDയും തമ്മിൽ അകൽച്ചയുണ്ട്. അവർ പരസ്പരം പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന ആരോപണമടക്കം അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണ്. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പോലെ പേരൂർക്കടയിലൊക്കെ 3 പാർട്ടികളും വന്ന് നിന്ന് കൊട്ടിക്കലാശം നടത്തുന്ന പോലെ ഒരു സംവിധാനം ബീഹാറിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഇല്ല എന്ന് നമുക്കറിയാം. എവിടെയെങ്കിലുമൊക്കെ പരിപാടി നടത്തിയത് അവസാനിക്കും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 121 മണ്ഡലങ്ങളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. 2ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് 14-ാം തീയതി ഫലം വരും എന്നുള്ളതാണ് ബീഹാറിന്റെ അവസ്ഥ. ഓക്കെ, താങ്ക് യു ആദിൽ പാലോടാണ് ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ ചലനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.